everyone, welcome to Kids Area Online. Class 6 മലയാളം കേരള പാഠാവലി ഓണം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ചോദ്യ പേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ്സസ് നൽകുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് വായിക്കാം എഴുതാം എന്നുള്ളതാണ്. പഴയ കാലത്ത് ആളുകൾ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങളായിരുന്നു കൂടുതലായി കഴിച്ചിരുന്നത്. കഞ്ഞി, ചാമ, റാഗി, കപ്പ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ അവരുടെ പ്രധാന ഭക്ഷണങ്ങളായിരുന്നു. ഇവയിൽ ധാരാളം പോഷക ഘടകങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവർ ആരോഗ്യവാന്മാരായിരുന്നു. കൂടാതെ അവർ കഠിനാധ്വാനം ചെയ്തിരുന്നതിനാൽ ശരീരത്തിന് നല്ലൊരു വ്യായാമവും ലഭിച്ചിരുന്നു. ഇന്ന് ഫാസ്റ്റ് ഫുഡും സംസ്കരിച്ച ഭക്ഷണങ്ങളും കൂടുതലായി ഉപയോഗിക്കുന്നതിനാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നു. അതിനാൽ പഴയകാല ഭക്ഷണശീലങ്ങളിൽ നിന്ന് നല്ലവ സ്വീകരിക്കുകയും പോഷക സമ്പന്നമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യത്തിന് അടിസ്ഥാനം. ഈ ഒരു ഖണ്ഡികയിൽ നിന്നും 5 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, പഴയ കാലത്തെ ആളുകൾ എങ്ങനെയുള്ള ആഹാരമാണ് കഴിച്ചിരുന്നത്? ഓപ്ഷൻ എ ഫാസ്റ്റ് ഫുഡ്, ഓപ്ഷൻ ബി പ്രകൃതിദത്തമായത്, ഓപ്ഷൻ സി പയറുവർഗ്ഗങ്ങൾ, ഓപ്ഷൻ ഡി കിഴങ്ങുവർഗ്ഗങ്ങൾ. ആൻസർ പ്രകൃതിദത്തമായത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, പഴയ കാലത്തെ ആളുകളുടെ പ്രധാന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓപ്ഷൻ എ കഞ്ഞി, റാഗി, പച്ചക്കറികൾ, ഓപ്ഷൻ ബി കഞ്ഞി, ചാമ, ഇറച്ചി, ഓപ്ഷൻ സി കപ്പ, പഴവർഗ്ഗങ്ങൾ, മത്സ്യം, ഓപ്ഷൻ ഡി പച്ചക്കറികൾ, പലഹാരങ്ങൾ, കഞ്ഞി. ശരി ഉത്തരം ഓപ്ഷൻ എ കഞ്ഞി, റാഗി, പച്ചക്കറികൾ. മൂന്നാമത്തെ ചോദ്യം, പഴയകാല ആഹാരത്തിൻ്റെ സവിശേഷതകൾ എന്തായിരുന്നു? പെട്ടെന്ന് പാചകം ചെയ്യാൻ സാധിക്കുന്നത്, പോഷക ഘടകങ്ങൾ നിറഞ്ഞത്, ഏറ്റവും സുലഭമായത്, സ്വയം കൃഷി ചെയ്തത്. ശരി ഉത്തരം ഓപ്ഷൻ ബി പോഷക ഘടകങ്ങൾ നിറഞ്ഞത്. പഴയ കാലത്തെ ആളുകൾക്ക് വ്യായാമം ലഭിച്ചിരുന്നത് എങ്ങനെ? ഓപ്ഷൻ എ പോഷക ഘടകങ്ങൾ ലഭിച്ചിരുന്നതിനാൽ, ഓപ്ഷൻ ബി സമൃദ്ധമായ ഭക്ഷണം കഴിച്ചതിനാൽ, ഓപ്ഷൻ സി ഫാസ്റ്റ് ഫുഡ് കഴിച്ചതിനാൽ, ഓപ്ഷൻ ഡി കഠിനാധ്വാനം ചെയ്തതിനാൽ. ആൻസർ ഓപ്ഷൻ ഡി കഠിനാധ്വാനം ചെയ്തതിനാൽ. അഞ്ചാമത്തെ ചോദ്യം, കാര്യം കാരണം തന്നിട്ടുണ്ട്. കാര്യം, പഴയകാല ഭക്ഷണശീലങ്ങളിൽ നിന്ന് നല്ലവ സ്വീകരിക്കുകയും പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ്. കാരണം നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യത്തിന് അടിസ്ഥാനം. ഇതിൽ കാര്യവും ശരിയാണ്, കാരണവും ശരിയാണ്. ഓപ്ഷൻ സി കാര്യവും കാരണവും ശരി. രണ്ടാമത്തെ ചോദ്യത്തിൽ എ ബി സി ഉണ്ട്. അതിൽ എ കുറിപ്പ് തയ്യാറാക്കുക. ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന കവിതയിൽ വ്യത്യസ്തമായ ധാരാളം തൊഴിലുകൾ നാം പരിചയപ്പെട്ടു. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൊഴിൽ എന്താണ്? ആ തൊഴിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പ് തയ്യാറാക്കുക. തൊഴിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട തൊഴിൽ, അത് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു എ ക്വസ്റ്റ്യൻ. ബി ചോദ്യം, ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല, എന്തുകൊണ്ട്? ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല, എന്തുകൊണ്ടാണ്? എല്ലാവരും നെവേഞ്ചി പെറുക്കാൻ പോകും. കോയയുടെ തളർന്ന ഹൃദയത്തിൽ അല്പം സന്തോഷം നിറഞ്ഞത് എന്തുകൊണ്ട്? ഭാര്യയുടെ കത്ത് വന്നതുകൊണ്ട്, 100 ദിർഹം ലഭിച്ചതുകൊണ്ട്, കുഞ്ഞ് ജനിച്ചതുകൊണ്ട്. ഭാര്യയുടെ കത്ത് വന്നതുകൊണ്ടും കുഞ്ഞ് ജനിച്ചതുകൊണ്ടും. 1ഉം 3ഉമാണ് ശരി. സി ഓപ്ഷൻ സി. ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. അല്ലെങ്കിൽ 3A അല്ലെങ്കിൽ 3B. 3A വിശകലന കുറിപ്പാണ്. പ്രകൃതിയുടെ സ്വാഭാവിക രുചികൾക്കും അവ നൽകുന്ന സാധ്യതകൾക്കും പകരമാകുന്നില്ല. പുതിയ കാലത്തിൻ്റെ കൃത്രിമ രുചികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പ്രകൃതിയുടെ സ്വാഭാവിക രുചികൾക്കും അവ നൽകുന്ന സാധ്യതകൾക്കും പകരമാകുന്നില്ല പുതിയ കാലത്തിന് കൃത്രിമ രുചികൾ. അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു 3A. അല്ലെങ്കിൽ 3B എഴുതിയാൽ മതി. പ്രതികരണ കുറിപ്പാണ്. എരിശ്ശേരി വിശേഷം എന്ന ഭാഗത്തെ ആസ്പദമാക്കി ഉറക്കെ ചിരിക്കുന്നവളെ ഉലക്ക കൊണ്ടടിക്കണം എന്ന പഴഞ്ചൊല്ലിനെ കുറിച്ച് ഒരു പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക. പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു 3B. 3A അല്ലെങ്കിൽ 3B എഴുതിയാൽ മതിയാകും. അതുപോലെ തന്നെയാണ് 4A 4B ഉണ്ട്. 4A അല്ലെങ്കിൽ 4B എഴുതിയാൽ മതി.
4A കഥാപാത്ര നിരൂപണമാണ്. ലോകത്തെ മറ്റൊരൊച്ചയും കേൾക്കാത്ത വിധത്തിൽ പഞ്ചേന്ദ്രിയങ്ങളെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയിലേക്ക് കേന്ദ്രീകരിച്ച് നിർത്തുകയാണ് ബിച്ചായി ഷെയ് താത്ത. നോവലിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ബിച്ചായി ഷെയ് താത്തയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ബിച്ചായി ഷെയ് താത്തയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനായിരുന്നു 4A ക്വസ്റ്റ്യൻ. 4B ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. ആകാശത്തിന് നീല നിറം, എൻ വീട്ടിന് ചുറ്റും പച്ച നിറം, പലവർണ്ണപ്പൂ നിറഞ്ഞ മുറ്റം, വിരിഞ്ഞു നിൽക്കും മഴവില്ല്, അടുക്കളയ്ക്കോ കറുപ്പു നിറം, അമ്മ വിറകിൻ കറുപ്പു നിറം, എത്ര തിരക്കിലും എന്നെ കണ്ടാൽ അമ്മ മനസ്സിന് മുല്ല നിറം. അമൽദേവിൻ്റെ കവിതയാണ്. ഈ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് 4B. ഒന്നുകിൽ 4A എഴുതാം, അല്ലെങ്കിൽ 4B എഴുതാം. 5-ാമത്തെ ചോദ്യം, അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുക. വാർധയിലെ ആശ്രമത്തിലെത്തി ഗാന്ധിജിയെ കണ്ട ആ ബാലനെ നേരിൽ കാണാനിടയായാൽ നിങ്ങൾ ചോദിക്കാനിടയുള്ള 5 ചോദ്യങ്ങൾ തയ്യാറാക്കുക. വാർധയിലെ ആശ്രമത്തിലെത്തി ഗാന്ധിജിയെ കണ്ട ബാലനോട് നിങ്ങൾ ചോദിക്കാനിരിക്കുന്ന 5 ചോദ്യങ്ങൾ തയ്യാറാക്കുകയാണ് 5-ാമത്തെ ചോദ്യം. അവസാന ചോദ്യമായ 6-ാമത്തെ ചോദ്യം, കത്ത് തയ്യാറാക്കുക എന്നുള്ളതാണ്. കോയ വൻ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ്. അയാൾ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സുഹൃത്തിന് എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കുക. കോയ സുഹൃത്തിന് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കാനായിരുന്നു 6-ാമത്തെ ചോദ്യം. 6 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3, 4 ചോദ്യങ്ങൾ ഏതെങ്കിലും ഓർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. 3A അല്ലെങ്കിൽ 3B, 4A അല്ലെങ്കിൽ 4B. മറ്റുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകണമായിരുന്നു. 1 മുതൽ 6 ചോദ്യങ്ങളും എല്ലാവരും നല്ലതുപോലെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.